ആക്ച്വലി ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ട്, പക്ഷേ ലാസ്റ്റ് ഇയർ ഒരുപാട് ഹൈപ്പിലൊന്ന സിനിമയിൽ പൊട്ടിപ്പോയി. വി ട്രസ്റ്റ് പൃഥ്വിരാജ്, അത്രയേ ഉള്ളൂ. 500 ഇത് ഓൾമോസ്റ്റ് 1000 പോകും. നല്ലൊരു സിനിമയാണെങ്കിൽ എന്തായാലും പോകും, അത് ഉറപ്പാണ്. അതിന് യാതൊരു സംശയമാണ്. കാരണം ഇത്രയും ഹൈപ്പ് ഇന്ന് തന്നെ കണ്ടില്ലേ, ബുക്ക് മൈ ഷോ ഒക്കെ ക്രാഷ് ആയി. അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് വരും. പക്ഷേ ഒരു ലാർജ് ഓഡിയൻസ് പറഞ്ഞാൽ ഫാമിലിയാണ്. അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഓൺലൈൻ കാണുന്ന റിവ്യൂസും ആൾക്കാർ പറയുന്ന കേട്ടിട്ടാണ് ഇങ്ങനത്തെ സിനിമയ്ക്കൊക്കെ വരുന്നത്. അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും തട്ടിപ്പ് ടൈപ്പ് സിനിമ മതി. പക്ഷേ കാളിദാസ കട്ടക്കട അതേ കിട്ടുള്ളൂ, ബാക്കി ടിക്കറ്റൊക്കെ വിറ്റുപോയില്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, പക്ഷേ ട്രെയിലർ ഇട്ടില്ല. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. തിരിച്ചുവരവായിരിക്കും ഉറപ്പായിട്ടും. 6 മണിയുടെ ഷോ രാവിലെ. കാളിദാസ കട്ടക്കട അതേ കിട്ടുള്ളൂ, ബാക്കി ടിക്കറ്റൊക്കെ വിറ്റുപോയില്ലേ. നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ. അടുത്ത എമ്പുരാന് എന്തായിരിക്കും എന്നൊക്കെ നല്ല ഒരു ത്രില്ലായിട്ടുണ്ട്. നല്ല എക്സ്പെക്ടേഷനാണ്. അതൊന്നും എനിക്ക് പറയാറില്ല. കാണും, എന്നാലും നല്ല കളക്ഷൻ കാണും. നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, ആവശ്യത്തിൽ കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ കാണാൻ വന്നത്. 500 കോടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കുറച്ച് നന്നായിട്ട് പ്രതീക്ഷിക്കാമെന്നാണ് തോന്നുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, പക്ഷേ ട്രെയിലർ ഇട്ടില്ല. പുള്ളി ഇവിടെ പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് പുള്ളി ഇവിടെ തന്നെ ഉണ്ട്. തിരിച്ചറിവൊന്നുമില്ല, പക്ഷേ പുള്ളി ഇവിടെ ഉണ്ട്. നന്നായിരിക്കും തോന്നുന്നു. ഇന്ന് തന്നെ ബുക്ക് ചെയ്തു. ഇവിടെ തന്നെ OD1. എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. ഇത് ആക്ച്വലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പം ഞാൻ ലൂസിഫർ ആക്ച്വലി ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതിനു മുമ്പ് TV ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആക്ച്വലി ഇത് കിടലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എൻ്റെ സ്റ്റോറി ആക്ച്വലി നല്ലൊരു കൺക്ലൂഷൻ ത്രില്ലിംഗ് ആയിട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി 27 കാണാം ബാക്കി. എമ്പുരാൻ ആക്ച്വലി ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ട്, പക്ഷേ ലാസ്റ്റ് ഇയർ ഒരുപാട് ഹൈപ്പിലൊന്ന സിനിമയിൽ പൊട്ടിപ്പോയി. പക്ഷേ ഇതിലെനിക്ക് അത്ര സംശയമില്ല, നല്ല ഹിറ്റാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വി ട്രസ്റ്റ് പൃഥ്വിരാജ്, അത്രയേ ഉള്ളൂ. 500 ഇത് ഓൾമോസ്റ്റ് 1000 പോകും. നല്ലൊരു സിനിമയാണെങ്കിൽ എന്തായാലും പോകും, അത് ഉറപ്പാണ്. അതിന് യാതൊരു സംശയമാണ്. കാരണം ഇത്രയും ഹൈപ്പ് ഇന്ന് തന്നെ കണ്ടില്ലേ, ബുക്ക് മൈ ഷോ ഒക്കെ ക്രാഷ് ആയി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടില്ലേ. വിജയ് റെക്കോർഡ് എന്തായാലും പോകും, ഉറപ്പാണത്. ലിയോൻ്റെ FDക്ക് ആക്ച്വലി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് എന്തായാലും ഇത് പോകും. എനിക്കിപ്പം 27 ഈ തിയേറ്ററിലെ ടിക്കറ്റ് കിട്ടിയില്ല. ആക്ച്വലി എനിക്ക് ഡ്രീംസ് തിയേറ്ററിലാണ് കിട്ടിയത്. അപ്പം എന്തായാലും പോയി ഞാൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇനി ബാക്കി 27 കാണാം. വമ്പൻ എന്തായാലും. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു തിരിച്ചു വരവെന്ന് പറയാനുള്ള കഴിഞ്ഞ വർഷത്തെ ഒരു സിനിമയാണ് നേരെന്ന് പറയുന്നത്. ആ സിനിമ ആക്ച്വലി കൊള്ളാം, നല്ലൊരു സിനിമ തന്നെയാണ്, നല്ല ഡ്രാമയാണ്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല, നല്ല ഹൈപ്പിന് വന്ന് ഇത്രയും വർഷങ്ങളായി ആൾക്കാർ കാത്തിരിക്കുന്നൊരു സിനിമയില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും. അഫ്കോഴ്സ് പ്രതീക്ഷിക്കും. കാരണം ഇഷ്ടംപോലെ ഹൈപ്പ് തന്നെയാണ് ആക്ച്വലി ഏറ്റവും വലിയ കാരണം. പിന്നെ ലാലേട്ടൻ, ഇപ്പോൾ തന്നെ പുഷ്പ 2, ഗോട്ട്, അങ്ങനത്തെ എത്രയോ സിനിമേൻ്റെ റെക്കോർഡ് ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞു ഈ സിനിമ ഹൈപ്പിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കും ഇത്. പൊട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം പൃഥ്വിരാജും കൂടെ ആണല്ലോ. പൃഥ്വിരാജിൻ്റെ മോഹൻലാലിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും കിടലും തന്നെ ആയിരിക്കും. എന്തായാലും ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് എക്സാമ്പിളാണ് പുഷ്പ 2. ഭയങ്കര ഹൈപ്പിലാണ് വന്നത്, പക്ഷേ വിചാരിച്ച പോലെ അല്ലായിരുന്നു. കാരണം ഏതൊക്കെയോ ഗെയിമുമായിട്ടും ഡാർക്ക് ഫാൻറ്റസി ആയിട്ടൊക്കെ കൊളാബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ ആ സിനിമ അത്ര ഓടിയില്ല. കേരളത്തിലാണ് ആക്ച്വലി ആൾക്കാർക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെടാത്തത്. ബാക്കിയുള്ള നാട്ടിൽ നോക്കുമ്പം അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും തട്ടിപ്പ് ടൈപ്പ് സിനിമ മതി. പക്ഷേ ലൂസിഫർ അങ്ങനെ ആയിരിക്കില്ല, എമ്പുരാൻ അങ്ങനെ ആയിരിക്കില്ല, ഉറപ്പാണത്. എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കും. ബാധിക്കാൻ ചാൻസ് കുറവാണ് ആക്ച്വലി. കാരണം ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് വരും. പക്ഷേ ഒരു ലാർജ് ഓഡിയൻസ് പറഞ്ഞാൽ ഫാമിലിയാണ്. അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഓൺലൈൻ കാണുന്ന റിവ്യൂസും ആൾക്കാർ പറയുന്ന കേട്ടിട്ടാണ് ഇങ്ങനത്തെ സിനിമയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ലൂസിഫറെ അവർ പ്രിഫർ ചെയ്യും കൂടുതൽ. തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും ആയിരിക്കും. ഓഫ് കോഴ്സ് എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും.